വീട്ടിൽ കുറച്ച് റിനോവേഷൻ വർക്കും ഇഷ ഹോസ്റ്റലിലേക്ക് പോകുന്ന തിരക്കുമായിരുന്നുകൊണ്ട് എൻ്റെ മുറിയുടെ അവസ്ഥ ഇതായിരുന്നു. കടയിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഈ കൂട്ടി വച്ചിരിക്കുന്നത്. ഇത് അലക്കി ഉണങ്ങിയ കുറച്ച് തുണിയാണ്. അതെല്ലാം മടക്കണം. അവൾ പോയ ശേഷമാണ് എല്ലാം ഒന്ന് ശരിയാക്കാൻ സമയം കിട്ടിയത്. 2 അലമാരിയുടെയും അവസ്ഥ ഇതാണ്. ആദ്യം ഇതെല്ലാം അടുക്കി പെറുക്കണം. അതിനായി അതിൽ നിന്ന് ആദ്യം എല്ലാം എടുത്തു മാറ്റി. കംഫർട്ട് ചേർത്ത വെള്ളത്തിൽ തുണി മുക്കിപ്പിഴിഞ്ഞ് നന്നായിട്ട് അകമെല്ലാം തുടച്ചെടുത്തു. എനിക്ക് പൊടിയുടെ മണം അലർജി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പം പൊടിമണം ഉണ്ടാവാറില്ല. അകത്ത് പുതിയ പേപ്പറെല്ലാം വിരിച്ചു. അകത്തിരുന്ന സാധനങ്ങളെല്ലാം തുടച്ച് വൃത്തിയാക്കി അകത്തേക്ക് വീണ്ടും കയറ്റി വെച്ചു. ഈ സ്റ്റാൻഡൊക്കെ മുമ്പ് കടയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ചെറിയ പേഴ്സുകളൊക്കെ ഹാങ്കറിലാക്കി അകത്ത് തൂക്കിയിട്ടു. അതിനുശേഷം കട്ടിൽ കിടന്ന തുണിയെല്ലാം മടക്കി വെച്ചു. തേക്കാനുള്ള തുണിയൊക്കെ മാറ്റിയും വെച്ചു. ജനലും തറയുമെല്ലാം തുടച്ച ശേഷം ബെഡ്ഷീറ്റെല്ലാം കുടഞ്ഞു വിരിച്ചു. അങ്ങനെ ഒരു തെച്ചു പണി ഒരു 3-4 മണിക്കൂർ കൊണ്ട് തീർത്തു. അപ്പോൾ കണ്ടു നോക്കാം. എപ്പിടി? പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കാതിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.